ഹലോ, നമസ്കാരം. എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടരെ വിശേഷങ്ങള്? സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മള് മഴ കുറച്ചൊന്ന് വിട്ടു നിന്നപ്പോ നമ്മുടെ പറമ്പിൽ തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പെറുക്കി എടുത്ത് കൊടുന്നിടട്ടെ കേട്ടാ. പിന്നെ ഒരു ദിവസം കറണ്ട് ഇല്ലാതെ ആയപ്പോ, ഒരു ദിവസമല്ല 2 ദിവസത്തോളം ഫുൾ ടൈം കറണ്ട് ഇല്ലാണ്ടായി. നമ്മളിങ്ങനെ അങ്ങനെ ജീവിച്ചിട്ട് നമുക്ക് കറണ്ട് ഇല്ലാതെ ആവുമ്പോ വെള്ളമില്ല, അതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്. ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആവുന്നത് നല്ലത് തന്നെയാണ്. കാരണം നമുക്ക് ആ കറണ്ടിന്റെ വില മനസ്സിലാവാനും വളരെ നല്ലതാ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്കാണ് അതൊരു കഷ്ടമായിട്ട് വരിക അല്ലെ. നമുക്ക് കിച്ചണിലൊക്കെ വെളിച്ചെല്ലാതെയും ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നീങ്ങില്ല. ഇന്നിപ്പോ എന്തായാലും ദൈവം സാധിച്ചിട്ട് കറണ്ട് ഉണ്ട്. മഴണ്ട് പെയ്താല്, കാറ്റ് വീശിയാല് അപ്പൊ കറണ്ട് പോകും. എല്ലായിടത്തെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലെ. കറണ്ട് പോയാലും പിന്നെ മഴ മാറിയാലും വരുന്നില്ലേ, അതാണ് അവസ്ഥ. അന്ന് നമ്മള് കറണ്ട് ഇല്ലാതായപ്പോ ടാങ്കിലെ വെള്ളമൊക്കെ തീർന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി ഈ നെറ്റും ഇതെല്ലാം കമ്പിയൊക്കെ ഇട്ടിട്ടുള്ളതാണ്, അതൊക്കെ മാറ്റി വെച്ച് വെള്ളം കോരി റെഡിയാക്കിയിരുന്നു. അപ്പൊ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി അഥവാ കറണ്ട് പോയാൽ വീണ്ടും തന്നെയല്ലേ അവസ്ഥ എന്ന് കരുതിയിട്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് കിണറിന്റെ അവിടെയൊക്കെ ഇല വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളുടെ ചൂല് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് കരുതി. എന്നിട്ട് ആ നെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിടുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്താ, വീണ്ടും അതിന്റെ മേലെ തന്നെയാണ് പ്ലാവ്, അതായത് തൊട്ടപ്പുറത്ത് പ്ലാവുണ്ട്. അപ്പൊ മേലിന്ന് ഇങ്ങനെ ഇല വീഴും. ഇല വീണുണ്ടെങ്കിൽ വെള്ളമൊക്കെ നാശാവില്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു കമ്പി ഇട്ട് മൂടി. ഇല മാത്രല്ല, ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ചക്കയും വീഴും. അപ്പൊ അതുകൊണ്ട് കമ്പിയിട്ട് മൂടി, പിന്നെ നെറ്റും കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലേക്ക് ഒരു കച്ചറകളും വീഴൊന്നുമില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കൊടന്ന കറിവേപ്പിന്റെ തൈയുണ്ട്, അത് കുഴിച്ചിടാൻ മറന്നു. അപ്പൊ അതൊന്ന് കൊടന്ന് കുഴിച്ചിടട്ടെ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു തൈ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ വലുതാവുന്നില്ല. എനിക്ക് തോന്നുന്നു നല്ല വെയിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ ചുറ്റും മരങ്ങളായതുകൊണ്ട് നല്ല തണലത്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ മണ്ണ് കണ്ടില്ലേ, ഒരു കറുത്ത മണ്ണാ. ചുവന്ന മണ്ണിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ അങ്ങനെ എപ്പോഴും കൊടന്നിതുപോലെ കുഴിച്ചിടും, ഒന്നും ആയി കിട്ടുന്നില്ല. അങ്ങനെ അത് കുഴിച്ചിട്ടു ട്ടാ. അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാണ്ട് അങ്ങനെ കൈക്കോട്ടൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. ഇനി ബക്കറ്റൊക്കെ ഒന്ന് കഴുകി, നമ്മൾ എന്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാലും കുറച്ച് വെള്ളം കൊടുക്കണമല്ലോ. അപ്പൊ ആ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അതൊന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കൽ കഴിഞ്ഞാൽ ആ കാര്യം അവിടെ കഴിയും. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. വീട്ടിൽ നിന്ന് കൊടുന്ന് വെച്ചാൽ ഒരു മുളക് തൈ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കണം, അതിന്റെ പിറകെ നടക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനൊന്നും സാധിക്കില്ല. ഞാൻ ഒരിക്കലെല്ലാം ചെയ്തിരുന്നു കേട്ടാ. പച്ചക്കറികളും അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. എന്റെ വീട്ടിൽ നല്ല കൃഷിയുള്ള സ്ഥല. അപ്പൊ ഇവിടെ അത് നോക്കിയിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ ഉണ്ടായി, പിന്നെ ഉണ്ടായില്ല, അത്ര തന്നെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഞാൻ ചൂലും കൂടെ കൊടന്നൊന്ന് കഴുകി വെക്കട്ടെ. അതുകൊണ്ട് കഴുകി വെച്ചാല് അത്യാവശ്യം പണികളൊക്കെ കണ്ട് ഒതുങ്ങി കിട്ടും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇല വീണ് കിടക്കുമ്പോഴേ നമുക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. ഇപ്പൊ മഴ ഇല്ലാത്ത സമയട്ടോ. എന്തോ കുറച്ച് നേരത്തേക്ക് മഴ വിട്ടു നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒന്നിട്ട് പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞാല് ഒരുപാട് ജോലികൾ ചെയ്യാണ്ടാവും. മഴ ഇല്ലാത്തപ്പോഴേ പറ്റുള്ളൂ. കുറച്ച് 2 മഴ അടുപ്പിച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു വെയിൽ വന്നെങ്കിൽ. ഓക്കേ, ബൈ.